എല്ലാവരും ദിവ്യ മോഹൻലാൽ കോംബോ എന്ന് പറയുമ്പം ഉസ്താദിനേക്കാളും മുന്നേ എനിക്ക് ഓർമ്മ വരുന്നത് മാണിക്യക്കല്ല എന്നുള്ള പാട്ടാണ്. കാരണം ടെക്നോളജി ഒന്നും ഇത്രയും ഡെവലപ്പ് ആകാത്ത ആ കാലഘട്ടത്തിൽ അങ്ങനെ അതെങ്ങനെ ആ ഒരു ചിത്രീകരണ ഓർമ്മകൾ എങ്ങനെയാണ് ആ ഒരു പാട്ടിൻ്റെ? അത് കാരണം ഇങ്ങനെ വന്ന് നോക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ആയിരിക്കും ഈ പാട്ട്? എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഡെഫിനറ്റ്ലി ലാലേട്ടന് അറിയണ്ടാവും. എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഹെക്റ്റിക്കാണ്. അതായത് ഷോർട്സ് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് എല്ലാം ഡബിൾ ആണല്ലോ. അതെ, ഇവര് നോക്കി കാണുന്നു, അവരിവരെ നോക്കി പാടുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഡ്രസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ആ ഡ്രസ്സിലേക്ക് പോകണം, പിന്നെ തിരിച്ച് അങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള കുറേ ഷോർട്സ് നിറഞ്ഞുള്ള ഒരു ഷൂട്ടാണ് എൻ്റെ ഓർമ്മ. പിന്നെ പാട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഡാൻസർക്ക് നല്ലൊരു ആക്ടർ ആവാൻ കഴിയും, പക്ഷേ നല്ലൊരു ആക്ടർ മികച്ചൊരു ഡാൻസറും കൂടെ ആകുന്നത് വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ തോന്നിയിട്ടില്ല? കാരണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ ദിവ്യക്ക്? അല്ല, ഡാൻസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ഞാൻ ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് ഇപ്പം ചിലപ്പോൾ കേൾക്കുമ്പം അയ്യോ ആക്ടർ നല്ല ഡാൻസർ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്യുവർലി ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് എന്ത് തരം ഡാൻസ് ആണെങ്കിലും എന്ത് തരം മൂവ്സ് ആണെങ്കിലും ഡാൻസിന് മാത്രമല്ല, ഇത് ഈവൻ ഫൈറ്റ്സിനും ബാധകമാണ്. നമ്മൾ എത്ര സമയം അത് ചെയ്യുന്നു അതിൻ്റെ ആ ഒരു ഫിനിഷ് എന്ന് പറയില്ലേ, അത് ചെയ്താൽ സമയം ഇട്ടാൽ തന്നെ വരുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഈ ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ അതിനൊക്കെ അവരൊരു ഡാൻസ് റിഹേഴ്സൽ ക്യാമ്പ് തന്നെ വച്ച് അവരൊരു 100 തവണയെങ്കിലും ചെയ്തതിന് ശേഷമാണ് അത് ഒരു ടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഫൈറ്റും അങ്ങനെ നമ്മൾ റോളോ അതിനുള്ള എന്തൊക്കെ ആ ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, അതും പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരുള്ളൂ. ഇപ്പം നൃത്തത്തിൽ അഭിനയമുണ്ട്. അപ്പം നൃത്തത്തിലെ അഭിനയവും മറ്റേ സ്ക്രീനിലേക്ക് വരും, പ്രത്യേകിച്ച് നർത്തകർക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ കണ്ണൊക്കെ കുറച്ചുകൂടെ ഒന്ന് അല്ലേ വിടർത്തിയെടുക്കും, കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ രണ്ട് അഭിനയങ്ങൾ തമ്മിൽ ദിവ്യ എന്നിപ്പോൾ നർത്തകിയുമാണ്, അഭിനേത്രിയാണ്, എന്ത് വ്യത്യാസമാണ് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ തൊട്ട് 50ാമത്തെ റോയിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വരെ നമ്മുടെ കണ്ണും മുദ്രയും ഭാവവും എത്തണ്ടേ? തീർച്ചയായും. അപ്പൊ അതൊരു അവയർനെസ്സിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. മറ്റത് നമ്മളിപ്പോ ഒരു റിയാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത്ര അടുത്ത് ക്യാമറയല്ലേ, അതും ആ ഒരു അവയർനെസ്സിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റത്തിന് തന്നെ അറിയാം എവിടെയാണ് സട്ടിൽ ആവേണ്ടത്, എവിടെയാണ്. ഡാൻസ് പഠിച്ചത് കൊണ്ട് ആക്ടിങ് സ്ക്രീനിൽ ലൗഡ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.